ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജു സോൺ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും എന്താ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്, അല്ലെങ്കിൽ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വേക്കൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു വേക്കൻസി മാത്രം മതി. അപ്പോൾ നിങ്ങൾ ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടുന്നത്. എല്ലാവരും ഇപ്പൊ ഒരു വേക്കൻസി ഉള്ളു, അപ്ലൈ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു നിന്ന് കഴിഞ്ഞാൽ അതെന്താ, എല്ലാവർക്കും ആ ഒരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു വേക്കൻസി ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്യാം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന്റെ അണ്ടറിലുള്ള ഫുഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കുറച്ചധികം പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ അവർ ഇറക്കിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് അവിടെയുള്ളത് ജൂനിയർ റിസർച്ച് എഞ്ചിനീയേഴ്സ് എന്നുള്ള രീതിയിലാണ്. പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ പറയണ്ടേ, ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള പോസ്റ്റ് ആണോ എന്നുള്ളൊരു തോട്ടൊക്കെ വരാം. പക്ഷെ അവിടെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, നമ്മൾ FCRI എന്ന് പറഞ്ഞാൽ ISO സർട്ടിഫൈഡ് ഒരു പ്രീമിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അതില് ജൂനിയർ റിസർച്ച് എഞ്ചിനീയർ ആണ് പോസ്റ്റിന്റെ പേര്. ലെവൽ 8 ആണ്. ആസ് പെർ CPC, ആസ് പെർ സെവൻത് പേ കമ്മീഷൻ പ്രകാരം ലെവൽ 8 ആണ്. ഇനിയിപ്പോ 8 വരുമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ അവിടെ പേയ്മെന്റ് റിവൈസ് ആവുന്നുണ്ടാവും. അപ്പൊ അവിടെ ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലേക്ക് ഒരു വേക്കൻസി ആണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഒരു വേക്കൻസി മതി. ഇതാണ് കറസ്പോണ്ടിങ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഓക്കെ, UR 30, OBC 33, SC 35, ST 35, AWS 30. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ആയിട്ട് വരുന്നത്. FCRI-India.com കയറിയിട്ട് നിങ്ങൾക്ക് എന്താ അപ്ലൈ ചെയ്യാം. ഇതിൽ സിലബസും കാര്യങ്ങളും എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പം ഇലക്ട്രിക്കലിന്റെ കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജൂനിയർ റിസർച്ച് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. ഓക്കെ, ഇപ്പം ജൂനിയർ റിസർച്ച് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് കോഡ് JRE-E003 ആണ്. ബിടെക് വേണം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ബിടെക് നിങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സ് മേ അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ റിസർച്ച് എഞ്ചിനീയർ. അവിടെ എന്താ ഉള്ളത്, എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഓക്കെ, പിന്നെ അവിടെ എക്സാമിനേഷൻ ഫീ ആയിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ട് 1000 രൂപയാണ്. പിന്നെ ഒരു 18% GST ഉണ്ട്. അപ്പൊ 1180 രൂപയാണ് എക്സാം ഫീ ആയിട്ടുള്ളത്. പിന്നെ അവിടെ എക്സാം പാറ്റേണും സിലബസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരാം. എൻട്രി കേഡറിന്റെ കേസിൽ എത്രയാണ് പേയ്മെന്റ് വരിക? ഓക്കെ, മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും സ്ക്രീനിങ് ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യാം, ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. റിട്ടേൺ ടെസ്റ്റിന്റെ കേസിൽ പറയുമ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലായിരിക്കും MCQs ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് 120 മിനിറ്റോളം ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ചിട്ട് 400 മാർക്കാണ് മാക്സിമം മാർക്ക്. ഇൻകറക്റ്റ് ക്വസ്റ്റിന് 1 മാർക്ക് നെഗറ്റീവ് വരുന്നതാണ്. അതേപോലെ എക്സാമിനേഷൻ സിലബസ് അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരാം. പിന്നെ അവിടെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ കൂടി ഉണ്ടാവും. ഇതിനെ മൂന്നിന് ബേസ് ചെയ്തിട്ടാണ് സെലക്ഷൻ നടക്കുന്നുണ്ടാവുക. ജൂനിയർ റിസർച്ച് എഞ്ചിനീയറിന്റെ കേസിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദ വെയിറ്റേജ് ഫോർ ദ മാർക്സ് ഇൻ ദ റിട്ടേൺ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ. 80:20 റേഷ്യോ. ഓക്കെ, പിന്നെ കുറച്ചത് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കൊണ്ട് നോക്കുക. സിലബസ് ഫോർ ദ റിട്ടേൺ ടെസ്റ്റ് ഓഫ് ജൂനിയർ റിസർച്ച് എഞ്ചിനീയർ. ഏറ്റവും അധികം റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും ഉണ്ട്. നിങ്ങൾ ഏത് PSC എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ ഇപ്പൊ എല്ലാ എക്സാംസിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും, നമ്പർ സിസ്റ്റം, അതേപോലെ LCM-HC, അതേപോലെ ഡിവിസിബിലിറ്റി, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, മെൻസുറേഷൻ, അതേപോലെ അരിത്തമെറ്റിക് എബിലിറ്റി, വർക്ക് ആൻഡ് ടൈം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ പാർട്ട് ബിയിൽ പറഞ്ഞിട്ടുള്ളതും അതും എന്താ കോമൺ ടു ഓൾ ഡിസിപ്ലിൻ ആണ്. പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ആ സാമ്പിളിങ്ങും കാര്യങ്ങളും അതേപോലെയുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. മാത്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ വരുന്നത് ഡാറ്റ സയൻസ് ആൻഡ് പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിംഗ് ഫണ്ടമെന്റൽസ്, ഡാറ്റ സ്ട്രക്ചേഴ്സ്, അൽഗോരിതംസ്, പൈത്തൺ പ്രോഗ്രാമിംഗ് വിത്ത്, അതേപോലെ പൈത്തൺ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, ഒബ്ജക്ട്സ് ഇൻ പൈത്തൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മെഷർമെന്റ് പ്രിൻസിപ്പിൾസ്, കാലിബ്രേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, മെഷർമെന്റ് സ്റ്റാൻഡേർഡ്സ്, അതേപോലെ എറർ എന്താണ്, SI യൂണിറ്റ്സ്, കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ പഠിക്കുന്നതാണ്. പിന്നെയുള്ളത് ഇതിനായിട്ട് 15 മാർക്ക് വെച്ചിട്ടാണ് ഉള്ളത്.
ആ 15 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ 6, 4, 5 ആണ്. പിന്നെ നമ്മളെ കൺസേൺ ഡിസിപ്ലിനെ ബേസ് ചെയ്തിട്ട് 70 മാർക്ക്. അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രിക്കല് ഏറ്റവും ആദ്യം സർക്യൂട്ട്സ് വന്നു, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാഗ്നറ്റിസം വന്നു, പിന്നെ മെഷീൻസ് വന്നു. മെഷീൻസ് ആൾട്ടർനേറ്റേഴ്സ്, അതുപോലെ സിംഗ്ലസ് മോട്ടോഴ്സ്. പിന്നെ അവിടെ ട്രാൻസ്ഫോമേഴ്സ് വന്നു, ഇൻഡക്ഷൻ മോട്ടോഴ്സ് വന്നു, DC മെഷീൻസും വന്നു. ഓക്കെ, പിന്നെ അവിടെ മെഷർമെന്റ്സ് വന്നു, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ബ്രിഡ്ജസ്, അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം വന്നു. പിന്നെ അനലോഗും ഡിജിറ്റൽ ഇലക്ട്രോണിക്സും വന്നു. പിന്നെ അവിടെ പവർ ഇലക്ട്രോണിക്സും സിഗ്നൽ സിസ്റ്റം വന്നു. പിന്നെ അവിടെ പവർ സിസ്റ്റം വന്നു. പിന്നെ അവിടെ കൺട്രോൾ സിസ്റ്റം വന്നു. പിന്നെ അവിടെ പവർ ഇലക്ട്രോണിക്സും വന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുക നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഗെയിനിന്റെ സിലബസ് അതേപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. മോശമില്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയുന്നുണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ പാലക്കാടാണ്. ഓക്കെ, കഞ്ചിക്കോട് പാലക്കാടാണ് ഈ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.